ഇത് ഒരു ടീച്ചറിൻ്റെ ഒരു വികാരശമനത്തിൻ്റെ കഥ. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ ഒരു കുട്ടി പഠിക്കണ സ്കൂളിൽ എന്തോ ആവശ്യത്തിന് ചെന്നാണ്. അവനാണ് ലോക്കൽ ഗാർഡിയൻ. എന്തോ ആവശ്യത്തിന് ചെന്നാണ്. എൻ്റെ അടുത്തൊരു വണ്ടി ഇട്ടു. അപ്പോൾ ആ കുട്ടീൻ്റെ ക്ലാസ് ടീച്ചർ അന്ന് സ്റ്റാഫ് റൂമിൽ തല കറങ്ങി വീണു. ടീച്ചർ കുറച്ച് മോഡേണാണ്, കുറച്ച് സൈഡ് ഓപ്പണും. ഇത് വല്ലാണ്ട് പഴക്കമുള്ള കേസല്ല. സൈഡ് ഓപ്പണും ചുരിദാറിൻ്റെ സൈഡൊക്കെ നല്ലോണം കീറിയത് അങ്ങനത്തെ. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ഈ പെണ്ണുങ്ങൾ ഈ ലെഗിൻസ് ഇട്ടിട്ടാണല്ലോ ഇപ്പോൾ ടോപ്പ് ഇടുക. സൈഡ് നല്ലോണം കീറി വെച്ചിട്ട് ടൈറ്റ് ലെഗിൻസ്. അതൊരു തരത്തിൽ അവരൊരു മാനസികമായിട്ടുള്ളൊരു എക്സിബിഷനിസമാണ്. ഇതൊക്കെ ഒന്ന് കണ്ട് വെള്ളം ഇറക്കി പോയിക്കോടാന്നുള്ളൊരിത്. പക്ഷേ ഇവരുടെയൊക്കെ മുഖത്തുള്ള ആ ഗൗരവം കണ്ടാലുണ്ടല്ലോ സകല മൂടും പോകും. നമ്മുടെ ഒരു മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമല്ല, മുഖമല്ല അവർക്ക്. അന്ന് ഇവർ കാണിക്കുകയും ചെയ്യും. ഇപ്പം ഇവരൊന്ന് പുറത്തിറങ്ങാൻ നേരത്തെ എത്ര നേരം കണ്ണാടിൻ്റെ മുമ്പിൽ കിടന്ന് മെനക്കെടും. എന്തിനാണ്? ആൾക്കാരെ കാണിക്കാനാണ്. അതല്ലേ പുറത്തിറങ്ങുമ്പോൾ ഇത് ഇടണം. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇടണില്ലല്ലോ. അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് വരാം. അപ്പോൾ ടീച്ചർ ഇങ്ങനത്തെ ഒരു എക്സിബിഷനിസ്റ്റാണ്. ടീച്ചറാണ് കുഴങ്ങി വീണത്. അപ്പോൾ ടീച്ചറെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഉണ്ട് വേറൊരു ടീച്ചറും അതുകൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ വന്ന് അവിടെ കുറച്ച് നേരം ഡ്രിപ്പ് കയറ്റാനൊക്കെ ഉണ്ട്. അപ്പം മറ്റേ ടീച്ചറിന് ഉച്ചഭക്ഷണം കൊടുക്കണം എന്തോ ഒരു ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ ഇയാൾ പറഞ്ഞു, ടീച്ചർ പോണെങ്കിൽ പോയിക്കോ, ഞാൻ നിന്നോളാം പറഞ്ഞു. ഡ്രിപ്പൊക്കെ കയറ്റിയപ്പോൾ ഇത് ക്ഷീണമൊക്കെ വിട്ട് അപ്പോൾ പിന്നെ ഇതിനെ വീട്ടിൽ കൊണ്ടാക്കണം. അങ്ങനെ ഇയാൾ കൊണ്ടാക്കി. അപ്പോൾ പോകുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിന് സംസാരിക്കാനൊന്നും വയ്യ. അപ്പോൾ ഒറ്റ ടയർഡാണ്. വീട്ടിൻ്റെ അവിടെ ചെന്ന് ഗേറ്റ് തുറന്ന് ഇയാൾ തന്നെ കൈ പിടിച്ച് മെല്ലെ അടാക്കി കൊടുത്ത് പോന്നു. അപ്പോൾ ഇയാളെ ടീച്ചർ അറിയും. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിക്കണ പാരൻസിനെ വിളിക്കണ പോലെ ലോക്കൽ ഗാർഡിയനെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്പർ ടീച്ചർക്ക് അറിയാം. ഈ ടീച്ചർ താങ്ക്സ് പറയാനൊരു വിളിച്ച് 2 ദിവസം കഴിഞ്ഞ്. 1.5 താങ്ക്സ് ആയിപ്പോയി. ചില ആൾക്കാരോട് പെണ്ണുങ്ങൾ മുണ്ടിക്കഴിഞ്ഞാൽ അവരുടെ കഥ കഴിയും. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം എന്നോടൊരു പെണ്ണ് സംസാരിക്കുകയാണെങ്കിൽ അവർ ടീച്ചറായിക്കോട്ടെ, ഹൈക്കോടതി ജഡ്ജി ആയിക്കോട്ടെ, ലേഡി ഡോക്ടർ ആയിക്കോട്ടെ, അതായത് വിദ്യാഭ്യാസം എന്നല്ല അവിടെ പ്രശ്നം. ഒരു പുരുഷന് ഒരു സ്ത്രീനെ അട്രാക്റ്റ് ചെയ്യാനൊരു പ്രത്യേക കഴിവുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ശ്രദ്ധിക്കുക, ഫേസ് റീഡിങ് നോക്കുക. ഇനി ഫോണിൽ കൂടുകയാണെങ്കിൽ സംസാരം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സംസാരം ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ പറ്റും. ഒറ്റയടിക്ക് ഒരു പെണ്ണിനോട് തരുവാന്ന് ചോദിച്ചാൽ ഒരു പെണ്ണും ആന്ന് പറയില്ല. ചില സന്ദർഭങ്ങളിൽ പറ്റും, അത് വേറെ, അത് ഞാൻ പിന്നെ പറയാം. ഇത് നമ്മൾ ഡയറക്ഷൻ മാറ്റുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പോൾ അവർ ആ ലൈനിക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം നമ്മൾ പറഞ്ഞ റൂട്ടിലാണ്. അപ്പോൾ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്കഷൻ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് സെക്സിൽ താല്പര്യം ഉണ്ടാകുന്നൊക്കെ ചോദിച്ച് നമുക്ക് അവർക്ക് ട്രാക്കിൽ കയറാൻ പറ്റും. നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഫേസ് റീഡിങ്, കണ്ണിൻ്റെ ചലനമൊക്കെ നോക്കിയാൽ നമുക്ക് പറഞ്ഞൊക്കെ സംസാരിച്ച് ഉറപ്പിക്കാം. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് മനസ്സിലാവും. അവരുടെ ബോഡി ലാംഗ്വേജ്, കണ്ണുകൾ, ഓട്ടം എല്ലാം ഇതിൽ പെടും. അപ്പോൾ ഇവൻ അങ്ങനത്തെ ഒരാളാണ്. ഫോണിൽ കൂടി താങ്ക്സ് പറയാൻ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഏതായാലും കൊണ്ടുവന്നാക്കിയല്ല. അപ്പോൾ ഞാൻ ഇയാളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോയി നല്ല കൈ പിടിച്ച് ഞാൻ കൊണ്ടുവന്നാക്കിയതൊക്കെ ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കമ്പനി ആയപ്പോൾ ഇവൻ മെല്ലെ എടുത്തിട്ട് ആ കൈമേലെങ്കിലും ഒന്ന് പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. നിങ്ങളൊക്കെ എപ്പോഴും ഞാൻ പോകുമ്പോൾ നോക്കി നിൽക്കണം, എന്തൊരു ഭംഗിയാണ് നിങ്ങളെ കാണാനൊക്കെ പറഞ്ഞു. ഇവരൊന്ന് എറിഞ്ഞു നോക്കിയതാണ്. ഇവരെ ഹസ്ബൻഡ് നാട്ടിലില്ല. ആ കൈമേ പിടിച്ചപ്പോൾ ആഗ്രഹമൊക്കെ കഴിഞ്ഞ് വെച്ച് തിരിച്ചിങ്ങോട്ട്. പിന്നെ കേൾക്കണം മക്കളെ, വെടിവഴിപാടിൻ്റെ ഒരു ഘോഷയാത്ര. പല സ്ഥലത്തും ഇവർ പോകും.
ഇവർ ലീവ് എടുക്കും, പൈസ ഇവരും ചിലവാക്കും, അവനും ചിലവാക്കും. അസലായിട്ട് കളിച്ച് ആർമാദിച്ചിട്ട് തിരിച്ചു വരും. അതാ പറഞ്ഞേ, ചേരേണ്ടവർ തമ്മിൽ ചേരുകയും ചെയ്യും. അത്രേ ഉള്ളൂ.